നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു സാധാരണ വീഡിയോ അല്ല. നാളെ സൂര്യൻ ഉദിക്കുന്നത് ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഇരുട്ടുമാറ്റിക്കൊണ്ടാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അല്ലെങ്കിൽ വർഷങ്ങളായി സാമ്പത്തികമായി തളർച്ച നേരിടുന്നവരാണോ നിങ്ങൾ? ഒരു വീട് എന്ന സ്വപ്നം ഇന്നും സ്വപ്നമായി അവശേഷിക്കുന്നുണ്ടോ? എങ്കിൽ സന്തോഷിച്ചോളൂ. നാളെ സൂര്യോദയത്തോടുകൂടി 7 നക്ഷത്ര ജാതകരുടെ ജാതകത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇതുവരെ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ തീർച്ചയായിട്ടും സാധ്യമാകുന്ന സമയം. ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർ വലിയ നിലയിൽ എത്തിച്ചേരും. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ ഈ നക്ഷത്ര ജാതകർ എത്തുക തന്നെ ചെയ്യും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത്. നാളെ സൂര്യോദയത്തോടുകൂടി 7 നക്ഷത്ര ജാതകരുടെ ജാതകത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ഇത് 1-2 ദിവസത്തേക്കുള്ള മാറ്റമല്ല. 2027 വരെ ഈ ഒരു ഭാഗ്യം ഇവർക്ക് നിലനിൽക്കും. ഇവരുടെ സകലവിധ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവാധീനം കൊണ്ട് ഇവർക്ക് സാധിച്ചു കിട്ടുന്ന സമയമാണ്. അത്രയധികം മനമുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ നക്ഷത്ര ജാതകർ. തൻ്റെ സങ്കടങ്ങളൊന്നും ദൈവം കേൾക്കുന്നില്ലല്ലോ എന്ന ഒരു പരാതിയും ഇവർക്കുണ്ടായിരുന്നു. എന്നാൽ ഈശ്വരൻ ഇവരുടെ എല്ലാ പരാതിയും കേൾക്കുന്നുണ്ട്. ഒരു നല്ല സമയം ഇവർക്ക് പിറക്കുന്നു. നമുക്കറിയാം ഇന്നത്തെ വീഡിയോയിലൂടെ ആ ഭാഗ്യത്തിനു മേൽ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരെ. ഇവർക്ക് 2027 വരെ നീണ്ടു നിൽക്കുന്ന ഒരു കോടീശ്വര യോഗമാണ് തെളിയുന്നത്. ഇതിൽ ലോട്ടറി ഭാഗ്യമുണ്ട്, ഒരു പുതിയ വീട് വയ്ക്കാനുള്ള ഭാഗ്യമുണ്ട്, നിലയ്ക്കാത്ത വരുമാനം, സ്വർണം, അങ്ങനെ സർവൈശ്വര്യങ്ങളും തേടിയെത്തുന്ന ആ 7 നക്ഷത്ര ജാതകർ ആരൊക്കെയാണ്? ഇവർ എന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടത്? ഏതെല്ലാം ക്ഷേത്രങ്ങളിലാണ് ഇവർ പോകേണ്ടത്? ഇതൊക്കെ കൃത്യമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. വീഡിയോ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുക. കാരണം ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നാളെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച പ്രത്യേക പൂജയുണ്ടായിരിക്കും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും എത്തുന്ന ഈ നക്ഷത്ര ജാതകർക്ക് എന്തുകൊണ്ടാണ് നാളത്തെ സൂര്യോദയം ഇത്രയും പ്രധാനമാകുന്നത്? ചില ഗ്രഹങ്ങളുടെ രാശിമാറ്റം അല്ലെങ്കിൽ സ്ഥാനചലനം അഖണ്ഡ സാമ്രാജ്യ യോഗം അല്ലെങ്കിൽ ധനയോഗം നൽകുന്ന സമയമാണ് വരുന്നത്. ഇന്നലെ വരെ നിങ്ങളെ പുച്ഛിച്ചവർ നാളെ നിങ്ങളെ കണ്ട് അസൂയപ്പെടുന്ന കാലം വരികയാണ്. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഈ 2027 വരെയുള്ള കാലഘട്ടത്തിൽ ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കാൻ പോകുന്നത്. അതിലൊന്നാണ് ലോട്ടറി ഭാഗ്യം. അപ്രതീക്ഷിതമായി വലിയൊരു തുക കൈകളിൽ വന്നു ചേരുന്ന സമയം. അതൊരു പക്ഷേ ലോട്ടറിയിലൂടെയാകാം, അല്ലെങ്കിൽ ചിട്ടിയിലൂടെയാകാം, അല്ലെങ്കിൽ പൂർവിക സ്വത്തിലൂടെ ആകാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വന്നു ചേരുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ കാലങ്ങളായി ഇവർ സ്വപ്നം കണ്ട ഒരു ഭവനം, ഒരു കുടിലിൽ നിന്നൊരു കൊട്ടാരത്തിലേക്ക്. കൂടുതലൊന്നും ആഗ്രഹമില്ലായിരുന്നു. വാടകയൊന്നും കൊടുക്കാതെ കയറിക്കിടക്കാൻ, ഒരു തലചായ്ക്കാൻ ഒരു പുര. ഇത് തന്നെയായിരുന്നു ഇവരുടെ ആഗ്രഹം. അതിലൊരു സന്തോഷം വേണം, അതിലൊരു സമാധാനം വേണം. ഇത്ര മാത്രമേ ഇവർ ആഗ്രഹിച്ചിട്ടുള്ളൂ. വാടക വീടുകളിൽ മാറി മാറി താമസിച്ച് മടുത്തവർക്ക് സ്വന്തമായൊരു വീട് വയ്ക്കാനുള്ള യോഗം തെളിയുന്നു. 3 ഇവർക്ക് അപ്രതീക്ഷിതമായി ഒരു സ്ഥിര വരുമാനം വന്നു ചേരാൻ പോകുന്നു. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം വരുമാനമില്ലായ്മയാണ്. എന്നാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി തൊഴിലിൽ സ്ഥിരതയും ബിസിനസ്സിൽ ലാഭവും കുമിഞ്ഞുകൂടുന്ന സമയം തന്നെയാണ്.
ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടുന്ന സമയം. അപ്പോൾ നമുക്കറിയാം, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി രക്ഷപ്പെടുന്ന, ഭാഗ്യത്തിനുമേൽ ഭാഗ്യമായി വന്നു ചേരുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്ന ആ നക്ഷത്ര ജാതകരെ, അതിലാദ്യത്തെ നക്ഷത്രം എല്ലായ്പ്പോഴും പോലെ. കാര്യം ഈ നക്ഷത്രത്തെക്കുറിച്ച് പറയുവാൻ കാരണം ഇവർക്ക് ഏറ്റവും അധികം ഭാഗ്യമാണ്, ഏറ്റവും അധികം നല്ല സമയമാണ് ഇവർക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ മിക്ക വീഡിയോകളിലും ഈ നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, അശ്വതിയെ വിട്ട് കളിക്കാറില്ലേ എന്ന്. തീർച്ചയായും അശ്വതിക്ക് ഭാഗ്യമാണ്. മേടരാശിക്കൂറിലെ പ്രധാന നക്ഷത്രമാണ് അശ്വതി. നാളെ സൂര്യൻ ഉദിക്കുന്നത് നിങ്ങളുടെ കടബാധ്യതകൾ തീർത്തുകൊണ്ടാണ്. കഴിഞ്ഞ 3 വർഷമായി സാമ്പത്തികമായി അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ വിരാമമിട്ടുകൊണ്ട് വലിയൊരു സാമ്പത്തിക നേട്ടം ഇവർക്ക് വന്നു ചേരും. പല അശ്വതിക്കാരും വിചാരിക്കുന്നുണ്ടാകും, ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് സാധ്യമാകുമോ എന്ന്. ഒറ്റ ദിവസം കൊണ്ടല്ല, 2027 വരെ നിങ്ങൾക്ക് സുവർണ കാലഘട്ടമാണ്. നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നായി മാറും. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. പ്രത്യേകിച്ച് ലോട്ടറി എടുക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ നാളെ മുതൽ നിങ്ങളുടെ ഭാഗ്യപരീക്ഷണങ്ങൾ വിജയിക്കുന്ന സമയം തന്നെയാണ്. വലിയൊരു തുക കൈകളിൽ വന്നു ചേരുന്ന സമയമാണ്. അശ്വതി നക്ഷത്ര ജാതകർ നാളെ സൂര്യോദയത്തിന് മുമ്പ് എണീറ്റ് കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നത് ഈ ഭാഗ്യം ഇരട്ടിയാകാൻ സഹായിക്കും. ക്ഷേത്ര ദർശനം നടത്തണം. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്കിന് കഴിയും. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയാണ്. നമുക്കറിയാം കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച്. സൂര്യൻ്റെ പ്രിയപ്പെട്ട നക്ഷത്രമാണ്. നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ രാജയോഗം തുടങ്ങുകയാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ ലഭിക്കാൻ പോകുന്നത് പൊന്നാണ്, സ്വർണം. ഇപ്പോൾ സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയാണ്. സ്വർണം വാങ്ങിക്കൂട്ടാൻ നിങ്ങൾക്ക് സാധിക്കും. വീട്ടിലെ സ്ത്രീജനങ്ങൾ ആഗ്രഹിച്ച ആഭരണങ്ങൾ വാങ്ങാൻ സാധിക്കും. പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകും. കോടതി കേസുകളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി വിജയം നിങ്ങളെ തേടിയെത്തും. 2027 വരെ കാർത്തിക നക്ഷത്ര ജാതകരുടെ പണപ്പെട്ടി ഒരിക്കലും കാര്യമാകില്ല. അത്രയധികം ഭാഗ്യത്തിലേക്കും അത്രയധികം നേട്ടത്തിലേക്കും ഇവരെത്തുന്നു. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. ചന്ദ്രൻ്റെ നക്ഷത്രമാണ്. മനസ്സിന് സന്തോഷം തരുന്ന വാർത്തകളാണ് നാളെ മുതൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. രോഹിണി നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നമായ സ്വന്തമായ വീട് എന്ന ആ ഒരു സ്വപ്നം 2027 സാധിക്കും. ചെറിയൊരു വീടല്ല, വലിയൊരു മണിമാളിക തന്നെ പണിയാനുള്ളൊരു യോഗം വന്നു ചേരും. അതിൽ പണം വെക്കാൻ തന്നെ ഒരു പ്രത്യേക അലമാര നിങ്ങൾക്കുണ്ടാകും. അത്രയധികം ഭാഗ്യത്തിലേക്കാണ്, നേട്ടത്തിലേക്കാണ്, സർവൈശ്വര്യത്തിലേക്കാണ് രോഹിണി നക്ഷത്ര ജാതകരെത്തുന്നത്. എഴുതി വെച്ചു. അതുപോലെ തന്നെ ഭൂമി വാങ്ങാനോ വീട് പണി തുടങ്ങാനോ ഉള്ള എല്ലാ തടസ്സങ്ങളും നാളെ സൂര്യോദയത്തോടു കൂടി നിങ്ങൾക്ക് മാറിക്കിട്ടും. വാഹന ലബ്ധിക്ക് ഭാഗ്യം കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയും. അസൂയക്കാരുടെ കണ്ണുകൾ ഇനി നിങ്ങളുടെ വളർച്ചയെ തടയാൻ കഴിയില്ല. മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കൂടെയുള്ളതുകൊണ്ട് സാമ്പത്തികമായി വലിയൊരു കുതിച്ചുചാട്ടം തന്നെ രോഹിണി നക്ഷത്ര ജാതകർക്കുണ്ടാകും. ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം. ഭാഗ്യമാണ്, നേട്ടമാണ്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തണം. നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കും. അടുത്ത നക്ഷത്രം പുണർത്തമാണ്. പുണർത്തത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. പുണർത്തത്തിന് മാത്രമല്ല, ഉത്രത്തിനും. ഈ 2 നക്ഷത്ര ജാതകർക്കും ഉദ്യോഗക്കയറ്റം അല്ലെങ്കിൽ തൊഴിൽപരമായ നേട്ടം, ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ആ തൊഴിലിൽ അല്ലെങ്കിൽ ആ ബിസിനസ്സിൽ വലിയൊരു നേട്ടം, ഉയർച്ച ഒക്കെ വന്നു ചേരാൻ പോകുന്നതാണ്. ഒരുപാട് സ്റ്റാഫ്, നല്ല രീതിയിൽ ഫർണിഷ് ചെയ്ത ഷോപ്പ്, ഒരുപാട് കസ്റ്റമേഴ്സ്, ജീവിതം മാറി മറിയുന്നു. അതിലൊരു മുതലാളിയെപ്പോലെ നിങ്ങളിങ്ങനെ ഇരിക്കുന്നു. തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യം തന്നെയാണ്. തൊഴിൽപരമായ നേട്ടമാണ് ഏറ്റവും കൂടുതൽ നിങ്ങളിൽ കാണുന്നത്. അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നാളെ മുതൽ കാര്യങ്ങളൊക്കെ അനുകൂലമായി വന്ന സമയമാണ്. വിസ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ഇനി നാട്ടിലാണെങ്കിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ശമ്പള വർധനവോ പ്രമോഷനോ ഒക്കെ ലഭിക്കും. സ്ഥിരമായ ഒരു വരുമാനം, അതായത് സ്റ്റേബിളായിട്ടുള്ള ഒരു ഇൻകം നിങ്ങൾക്ക് ഉറപ്പാക്കാൻ 2027 വരെ സാധിക്കും.
ഉത്തരം നക്ഷത്ര ജാതകർക്ക് പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തീർന്ന് പണം കയ്യിൽ കിട്ടാനുള്ള യോഗമുണ്ട്. പുണർന്ന നക്ഷത്ര ജാതകർക്ക് ശ്രീരാമരക്ഷയുള്ളതുകൊണ്ട് എല്ലാ ആപത്തുകളിൽ നിന്നും ഈശ്വരൻ നിങ്ങളെ രക്ഷിക്കും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, അതീവ സമ്പൽ സമൃദ്ധിയിൽ നിങ്ങളെത്തും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അകന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഞാനീ പറയുന്നത് ചുമ്മാതല്ല, പ്രശ്നം വെച്ചിട്ട് നോക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നിങ്ങളെത്തുന്നത്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ജ്യോതിഷ വിധിപ്രകാരം നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. ഇനി നിങ്ങൾക്ക് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ എന്തെങ്കിലും അനുകൂലത ഇല്ലായിരുന്നു, കഷ്ടപ്പാടായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു, അതിന് പരിഹാരങ്ങളുണ്ട്. ചെറിയ ചെറിയ ക്ഷേത്ര ദർശനം നടത്തിയാൽ മതി, അത് തന്നെ നിങ്ങൾക്ക് ധാരാളം നിങ്ങളുടെ ജീവിതം മാറി മറിയും. അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതി മാത്രമല്ല, തൃക്കേട്ടയുമുണ്ട്. തൃക്കേട്ടയ്ക്കും ഉത്രട്ടാതിക്കും ഇനി ലോട്ടറി ഭാഗ്യമാണ്. ബാങ്ക് ബാലൻസൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്, ഭയങ്കരമായിട്ട് വർദ്ധിക്കും. ഏറ്റവും കൂടുതൽ ലോട്ടറി ഭാഗ്യം കാത്തിരിക്കുന്ന 2 നക്ഷത്ര ജാതകരെ ഞാൻ എടുത്തു പറയുന്നു, തൃക്കേട്ടയും ഉത്രട്ടാതിയുമാണ്. ഈ വർഷം ഒരു ബമ്പറെങ്കിലും ഇവർക്ക് അടിച്ചിരിക്കും. ബുദ്ധി കൂടിയ നക്ഷത്രങ്ങളാണ് ഇവർ. പക്ഷേ ഇത്രയും നാളും ഭാഗ്യം നിങ്ങളെ തുണച്ചില്ല. എന്നാൽ നാളെ സൂര്യോദയത്തോടു കൂടി ആ വിധി മാറുകയാണ്. ഈ നക്ഷത്ര ജാതകർക്ക് 2027 ഒരു ബമ്പർ ലോട്ടറിയോ അല്ലെങ്കിൽ വലിയൊരു നിധിയോ ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ഭാഗ്യമാണ്, അപ്രതീക്ഷിതമായ ധനഭാഗ്യമാണ്. ഇവരെ കാത്തിരിക്കുന്നത് ആരും അതിശയിച്ചു പോകുന്ന കാര്യങ്ങളാണ്. കടങ്ങളെല്ലാം തീർത്ത് രാജാവിനെ പോലെ ജീവിക്കാൻ ഇവർക്ക് സാധിക്കും. പക്ഷേ പണം വരുമ്പോൾ അഹങ്കരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ 7 നക്ഷത്രക്കാരും ഇനി ഇതിൽ പെടാത്ത നക്ഷത്ര ജാതകരും നാളെ രാവിലെ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കുക, കുളിച്ച് ശുദ്ധിയായി വീടിൻ്റെ പൂമുഖത്തൊരു നിലവിളക്ക് തെളിയിക്കുക, സൂര്യഭഗവാനെ നോക്കി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് കമൻറ്റ് ബോക്സിൽ ഓം ധനലക്ഷ്മി ദേവിയെ നമഃ എന്ന ആ മന്ത്രം ഒന്ന് കുറിക്കുക. ആ നാമജപം നിങ്ങളുടെ ജാതകത്തിലെ ദോഷങ്ങളെ ഇല്ലാതാക്കും. നിങ്ങളുടെ ജാതകത്തിലെ സമയം കൂടി അനുകൂലമാണെങ്കിൽ ഈ പറഞ്ഞ ഫലങ്ങൾ ഇരട്ടിയാകും. കൃത്യമായ ജാതക പരിശോധനയ്ക്കും തടസ്സങ്ങൾ മാറാനുള്ള പൂജകൾക്കും നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ. നമ്മുടെ നമ്പർ നിങ്ങൾക്കറിയാമല്ലോ, 94 967 24 401. എല്ലാവർക്കും കോടീശ്വര യോഗമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.